നമുക്കിന്ന് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള പൂക്കൾ ഉണ്ടാക്കി നോക്കിയാലോ? അതിനെന്താ സിമ്പിളല്ലേ? ഒരു കളർ A4 എടുക്കുക. എന്നിട്ട് അതിലൊരു 6 റൗണ്ട്സ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഒരേ സൈസിലുള്ള റൗണ്ടാണ് കേട്ടോ. എന്നിട്ട് അത് കത്രിക ഉപയോഗിച്ചിട്ട് ഇതുപോലെ വെട്ടിയെടുക്കുക. ഈ വെട്ടിയെടുത്ത റൗണ്ട്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ അങ്ങോട്ട് മടക്കി കൊടുക്കുക. ആദ്യം റൗണ്ടിന് സെൻറ്റർ അങ്ങോട്ട് മടക്കുക, പിന്നെ അതിൻ്റെ സെൻറ്റർ മടക്കുക, പിന്നെ അതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കി കൊടുക്കുക, പിന്നെ അതിനെ സെൻറ്ററായിട്ട് മടക്കി കൊടുക്കുക. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്താ ഈ പറയുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. എന്നിട്ട് എന്താ ഇതിൻ്റെ അറ്റുണ്ടല്ലോ, അതിതാ ഇതുപോലെ ഒന്ന് കുനുകുന കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു ഇതളിൻ്റെ ആകൃതിയൊക്കെ വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ കോല് വയ്ക്കാനുള്ള ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ നിവർത്തലിന് അതിൻ്റെ സെൻറ്റർ നമ്മളിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഓരോ ഇതളുണ്ടാവില്ലേ, അതിതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എല്ലാം ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ 6 എണ്ണം നമ്മൾ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ, ഒരു ഗ്രീൻ കളറിലുള്ള കളർ A4 എടുക്കുക. അതൊരു തണ്ടിൻ്റെ ആകൃതിയിൽ നമ്മളൊന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ ഫെവിക്കോള് തേച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ ഇതളുണ്ടല്ലോ, അതിതാ അതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒന്നിന് താഴെ ഒന്നായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഒരു ഗ്രീൻ കളറിലുള്ള ഒരു കളർ A4 എടുക്കുക. അത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. വീഡിയോ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ കേട്ടോ. ഈ ഒന്നും മനസ്സിലായില്ല എന്ന് പറയലേ, ഒറ്റ പ്രാവശ്യം കാണിക്കുന്നുള്ളൂ, അതിൽ മനസ്സിലാക്കിക്കോണം. എന്താ അതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകൾ ഭാഗത്ത് അതുപോലെ ഒന്ന് ഫെവിക്കോള് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അടിഭാഗം ഒന്ന് കത്രിക വെച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച പൂവുണ്ടല്ലോ, അത് ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇറക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ പശ തേച്ച ഭാഗം അതിന് മേലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞു. 2 ഇലയും കൂടി വെച്ച് കൊടുത്ത് നമ്മുടെ പൂ റെഡിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്? ഇഷ്ടമായോ? ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.